ഞാൻ പിന്നെ വരാ. നീ എന്തിനാ കമ്മാന്ന് വിളിച്ചോണ്ട് ഓടി വന്നത്? അല്ല, അത് എനിക്ക് അമ്മയോട് ഒരു സീക്രട്ട് ആയി പറയാനാ. അങ്ങനെ അമ്മയോട് മാത്രമായിട്ട് സീക്രട്ട് ഒന്നും പറയണ്ട. നീ ഇപ്പൊ പറഞ്ഞേ. അച്ഛനോട് പറയാൻ പറ്റിയ കാര്യമല്ല. മര്യാദക്ക് പറഞ്ഞിട്ട് പോകുന്ന നിനക്ക് നല്ലത്. അവൻ എന്നോട് പറയാനല്ലേ വന്നത്, അപ്പൊ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. അമ്മയുടെ ഒരു പുന്നാര മകൻ നീ കെട്ടിപ്പിടിച്ച് നടന്നോടാ. നീ എന്തൊക്കെ വരും അച്ഛാ, കാലി ചൊറിഞ്ഞതാ, കൈ ചൊറിഞ്ഞതാ, ചൊറിഞ്ഞു തരാടാ അന്നേരം കേട്ടാ. അന്നേരം അച്ഛനെ കാണുള്ളൂ. ഇതെന്താ എന്താ കാര്യം എന്നാ പറ. നമ്മുടെ അപ്പച്ചില്ലേ, ഇവിടെ ചെവിയിലൊരു സ്വർണ്ണക്കമ്മല് ഇട്ട് നടന്നില്ലേനോ? എനിക്കറിയില്ല, പറ. അത് ആരുടെ അറിയോ? കൃഷ്ണേച്ചിന്റെ ആണ്. അപ്പച്ചി അത് തട്ടിപ്പറിച്ചതാ. അതെന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? ബെസ്റ്റ്. അറിയൂല അമ്മ, കണ്ടു പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും അവക്കിപ്പം കുറച്ച് പൈസക്ക് ആവശ്യമുണ്ട്. ആ സരിതക്ക് ചിലപ്പോ അവൾ അത് ഇവിടുന്ന് എടുത്തിട്ട് പോവാൻ ചാൻസ് ഉണ്ട് മോനെ. അമ്മ പോയിട്ട് നോക്കിയിട്ട് വരാം. വേണ്ട. എനിക്ക് എന്തിന്റെ കുഴപ്പാടി? ഓഹോ, അപ്പൊ ചേച്ചി മറ്റേ മാങ്ങയൊക്കെ പറിച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ പുളിഞ്ചിക്ക് കഴിക്കുന്നതാണ് പ്രശ്നം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ നിന്റെ ആ സ്വർണ്ണക്കമ്മലില്ലേ ജിമിക്ക്, അതെവിടെ? അത് അലമാരി ഇരിപ്പുണ്ട്. ചേച്ചി കള്ളം പറയാ, കള്ളി, പെരും കള്ളി. എടാ നീ എന്നെ ഒറ്റയല്ലേടാ? അപ്പച്ചി ചേച്ചിന്റെ കമ്മലെടുത്ത കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ല. അതെനിക്ക് മനസ്സിലായി മോനെ, നിനക്കുള്ള ഞാൻ തരാം കേട്ടാ. അല്ല, അതിനു മുമ്പ് നിനക്കുള്ളത് ഞാൻ തരാം. നീ എന്താ അവള് കമ്മല് തട്ടിപ്പറിച്ചപ്പോ എന്നോട് പറയാഞ്ഞത്? തട്ടിപ്പറിച്ചൊന്നുമില്ല അമ്മ, അപ്പച്ചി ചുമ്മാ അങ്ങ് എടുത്തതേ ഉള്ളൂ. കള്ളി. പുന്നാരം മോള് കൃഷ്ണേ, അവക്ക് പൈസക്ക് 1000 ആവശ്യമുള്ളതാ. അവളെങ്ങാൻ ആ കമ്മല് കൊണ്ടുപോയി വിൽക്കോ പണയം വെക്കോ ചെയ്ത അവളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. നിന്റെ പുറം പൊളിക്കും, അത്ര തന്നെ. കിട്ടിയില്ലേ നിന്റെ അടുത്ത്? ഞാൻ ഇങ്ങോട്ട് വാടാ, ഇവിടെ വാടാ. എന്താ പറയണ്ട പറ. നീ ഇവിടെ വാ. എന്താ പറയണ്ട പറ. ഇവിടെ വാടാ ഇങ്ങോട്ട്. ഇല്ല. നീ എന്തിനാണ് അമ്മ അടുത്തേക്ക് ചെന്ന് പറയാൻ പോയെ? എനിക്ക് തോന്നിയോണ്ട്. എനിക്ക് ജീവിക്കാൻ ഒരാഗ്രഹവും ഇല്ലേ മോന്? ചേച്ചിനെ കൊല്ലോ? കൊന്നീ ഇരിക്കും.